അതായത് 0 കാലറി ഫുഡ്. നമ്മൾ നോർമലി ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 കാലറി ആയിട്ടുള്ളത് വെള്ളം മാത്രമാണ്. പക്ഷെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ 0 കാലറി ആകുന്നതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. അതായത് നമുക്കിപ്പം 0 കാലറി എന്ന് പറയുമ്പോൾ ഒരു 100 ഗ്രാമിലൊരു 50 താഴെ എനർജി വരുന്നത്, അതായത് ഒരു 40 കാലറി 50 കാലറി ഒക്കെ വരുന്നതിനെ നമ്മൾ 0 കാലറി ആയിട്ട് കണക്കാക്കുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണം നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തു, ഒരു ഫുഡ് എടുത്തു, ആ ഫുഡ് നമ്മൾ 100 ഗ്രാമിൽ നിന്ന് നമുക്കൊരു 40 അല്ലെങ്കിൽ 30 കാലറി തരുന്നുണ്ട്. നമ്മളത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അതായത് അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാലറി യൂസ് ചെയ്യും. അങ്ങനെ അത് 0 കാലറി ആയിട്ട് മാറും. അതായത് നമ്മൾ കഴിക്കുന്ന ലോ കാലറി ആയിട്ടൊരു ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബേൺ ചെയ്യും, ആ കാലറിനെ ബേൺ ചെയ്യും. അതുകൊണ്ട് അത് 0 കാലറി ആയിട്ട് മാറും. നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ കാലറി ബേൺ ചെയ്യുന്ന പ്രോസസ്സിനെ തെർമോജെനിസിസ് എന്ന് പറയുന്നു. നമ്മൾ ലോ കാലറി ഫുഡ് കഴിച്ചു, അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ കാലറി എനർജി യൂസ് ചെയ്തു, അങ്ങനെ അത് 0 കാലറി ആയി. 0 കാലറി ഫുഡ് എപ്പോഴും ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, അതുപോലെ വാട്ടർ കണ്ടൻറ്റും കൂടുതലായിരിക്കും. പിന്നെ പൊതുവിനെ എല്ലാ ലോ കാലറി ഫുഡ്സിലും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിരിക്കും. വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷമുള്ളൊരു കാര്യമാണ് 0 കാലറി ഫുഡ്. കാര്യം നമുക്കിപ്പോൾ രാവിലെ 4 അപ്പം കഴിക്കണം, പക്ഷേ 2 അപ്പം കഴിച്ചാലേ നമ്മുടെ വണ്ണം കുറയുള്ളൂ. അപ്പോൾ വിശപ്പ് പോകണമെങ്കിൽ നമുക്ക് ഈ ലോ കാലറി ഫുഡ് അല്ലെ 0 കാലറി ഫുഡ് നമുക്ക് ഒപ്പം കഴിക്കാം. പക്ഷേ അത് കുക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഴിക്കുന്നതല്ല ഇവിടെ പറയുന്നത്, അല്ലാതെ കഴിക്കുന്നത്. കാരണം കുക്ക് ചെയ്യുമ്പോൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യുമോ, മൈദ ഉപയോഗിക്കുകയോ ഓയിൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കാലോറി മാറും. ഇതല്ലാതെ ആ പ്രോഡക്റ്റിൽ തന്നെ, ആ ഫുഡിൽ തന്നെ എത്ര കാലോറി ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ലോ കാലറി ഫുഡിൽ ഫസ്റ്റ് വെജിറ്റബിൾസ് ആണ് ബീട്രൂട്ട്. 100 ഗ്രാമിൽ 40 കാലറി എനർജിയാണ് തരുന്നത്. അതിന് പുറമെ ബീട്രൂട്ടിൽ ഫോളിക് ആസിഡ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മാഗ്നീസ് ഉണ്ട്, അയൺ ഉണ്ട്. പിന്നെ ക്യാരറ്റിൽ 43 kcal 100 ഗ്രാമിൽ നിന്ന് കിട്ടുന്നത്. ക്യാരറ്റ് ബീറ്റ കരോട്ടിൻ റിച്ച് ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് നല്ലതാണ്, സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ടൊമാറ്റോയിൽ 100 ഗ്രാമിൽ 20 kcal ഉള്ളത്. ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് ടൊമാറ്റോയിലുണ്ട്, അത് ക്യാൻസർ ഫൈറ്റ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. പിന്നെ വൈറ്റ് മഷ്റൂമിൽ 20 kcal ഉണ്ട് 100 ഗ്രാമിൽ, അത് വൈറ്റമിൻ ഡി റിച്ച് ആണ്. പിന്നെ കുക്കുംബർ വെറും 10 kcal 100 ഗ്രാമിലുള്ളത്. B1, B5, B7 ബയോട്ടിനൊക്കെ റിച്ച് സോഴ്സാണ് കുക്കുംബേഴ്സ്. പിന്നെ നമ്മുടെ വഴുതനങ്ങ, അത് 24 ഗ്രാമുണ്ട്, 24 kcal ഉണ്ട് 100 ഗ്രാമിൽ നിന്ന്. പിന്നെ ആഷ്കാർഡ്, നമ്മുടെ കുമ്പളങ്ങ, അതിലും 10 kcal വരുന്നുള്ളൂ 100 ഗ്രാമിൽ നിന്ന്. പിന്നെ റാഡിഷിൽ 10 kcal 100 ഗ്രാമിൽ നിന്ന് വരുന്നത്. അടുത്തതായിട്ട് ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് നമ്മുടെ ബ്രൊക്കോളിയിലൊക്കെ 30 kcal 100 ഗ്രാമിലുള്ളത്. കോളിഫ്ലവറിൽ 31 kcal ഉണ്ട്, ക്യാബേജിൽ 21 kcal ഉണ്ട്. ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ കഴിക്കാൻ പാടില്ല, കാരണം അത് അയഡിൻ അബ്സോർഷൻ കുറയ്ക്കും. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ലോ കാലറി ഫുഡാണ്. ഇവിടെ നമ്മുടെ പാലക്ക് 25 kcal, സാലറി 10 kcal, ഉലുവയുടെ ഇല 14 kcal 100 ഗ്രാമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഫ്രൂട്ട്സിൽ 0 കാലറി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് വാട്ടർ മെലൺ, മസ്ക് മെലൺ, അതൊക്കെ 30-34 kcal 100 ഗ്രാമിലുള്ളത്. പിന്നെ ആപ്പിൾ 52 kcal. പിന്നെ പപ്പായ പഴുത്തതിന് 32 kcal ഉള്ളൂ. പിന്നെ ഫിഗ് അത്തിപ്പഴത്തിന് 37 ഉള്ളൂ. ഗുവ പേരയ്ക്ക് 38, ചാമ്പയ്ക്ക് 39, പാഷൻ ഫ്രൂട്ടിന് 37. അപ്പോൾ ഈ 100 ഗ്രാമിലാണ് നമ്മൾ ഈ കാലറി പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ലോ കാലറി അല്ലെങ്കിൽ 0 കാലറി ഫുഡായിട്ട് കണക്കാക്കുന്നു. ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ലോ കാലറി ഫുഡ്, 0 കാലറി ഫുഡാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്, കാരണം ഇത് തടി വെക്കാത്ത ആഹാരങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്